ഞാനും കൂടെ ആദ്യം അഭിനയിക്കുന്നത് ഞാൻ മോഹൻലാലിന്റെ അച്ഛനായിട്ടാണ് ആദ്യം ഞാൻ ചെന്ന് ഇറങ്ങുന്നത് സിനിമ തിയേറ്ററിൽ കണ്ടു. സിനിമ കണ്ടാണ് അവിടെ ചെന്നു. ഞാനൊരു താടിയൊക്കെ വളർത്തി ഒരു ജുബയൊക്കെ ഇട്ട് തുണി സഞ്ചിയൊക്കെ ഇട്ടാണ് അവിടെ പോകുന്നത്. പ്രിയദർശനുണ്ട്, ശങ്കർ, മോഹൻലാല്, സിബി. നമ്മുടെ ഈ പറഞ്ഞ വിവരക്കേടോ അധിക പ്രസംഗിത്തരോ ഒക്കെ ആവാം. അവരെല്ലാരും കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കസേര കട്ടിലിടും. ഞാൻ കട്ടിലേക്കറി ഞാൻ കിടന്നു. ഞാനിങ്ങനെ കിടന്നു. കഥ പറയൂ. എന്നിട്ട് ഞാനെന്തോ മെർലിൻ ബ്രാൻഡോ മറ്റാണെന്നുള്ള ലൈനിലാണ് ഞാൻ, അങ്ങനെ എന്നെ വിളിപ്പിച്ചിരിക്കുക എന്നുള്ള ലൈനിലാണ് ഞാൻ പോയിരിക്കുന്നത്. ആലോചിക്കണം. അധിക പ്രസംഗവും വിവരക്കേടും എല്ലാം കൂടെ ഉണ്ട്. അപ്പച്ചനോടെ നിൽക്കുന്നു. കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, കഥ അവിടെ ഒന്ന് പറയും. അവർക്ക് വിട്ടിത്തരം കണ്ടപ്പോൾ മനസ്സിലായി അത് ശരിയല്ല. അപ്പൊ ലാലൊക്കെ വളരെ ഭവ്യതയോടെ അപ്പച്ചൻ സാറിനെ പപ്പ എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പരിചയപ്പെടുന്നത്. ലാൽ ആദ്യമൊക്കെ വില്ലൻ വേഷങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഫൺ തമാശകൾ ഒരുപാട് ഉണ്ടാക്കും ലൈഫിൽ. അഹിംസയുടെ സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് ഞാനിങ്ങനെ മോഹൻലാലിനെ പറ്റി പറയും. മോഹൻലാലിനെ ഈ സിനിമയിൽ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സൗഹൃദം അങ്ങനെ വളർന്ന് ഒരുപാട് സിനിമകൾ, ഏകദേശം 10-60 സിനിമകൾ ഒന്നിച്ചില്ല. ഞാൻ അന്ന് ലാലിനെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതൊരു തമാശയാണ്. അടൂർ ഭാസിക്ക് തെക്കൃഷിയിലുണ്ടായ മകനാണ് ലാലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലാലിന് ഓർമ്മ ഉണ്ടാവും. ആ രീതികളൊക്കെ മാറി ലാൽ നായകനായി ഒരുപാട് വളർന്നു. ഇപ്പോഴത്തെ മോഹൻലാലായി. ഒരുപക്ഷെ എന്റെ സിനിമകളിൽ ലാൽ കണ്ടതിനേക്കാൾ കൂടുതൽ ലാലിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ലാലിന്റെ സിനിമകളുണ്ട് സംസാരിച്ചിട്ടുണ്ട്. 2 താരങ്ങളായി, 2 നടന്മാരായി. എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ലേ. അവാർഡ് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടും, ഇക്കൊല്ലം അയാൾക്ക് കിട്ടും, അടുത്തുള്ള അങ്ങനെ. ഈവൻ നാഷണൽ അവാർഡ് പോലും നമ്മൾ അങ്ങനെ ലെവലിൽ വന്നില്ലേ.